ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 27 ഇന്നത്തെ പ്രത്യേകത, ഇന്നാണ് നിത്യസഹായ മാതാവിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. നിത്യസഹായ മാതാവിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. ഏത് പള്ളിയിൽ കയറിയാലും നമുക്ക് നിത്യസഹായ മാതാവിൻ്റെ ഈ ഒരു രൂപം, ഫോട്ടോ ഉണ്ടാകും. പണ്ടുകാലം മുതലേ ഉള്ളതാണത്. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ ദേവാലയങ്ങളിലും ആ നിത്യനവനാൾ നടത്തിയിരുന്നു. അത് നമ്മുടെ പൂർവീകർ വഴി നമ്മുടെ അമ്മാമ്മമാരും മുത്തിയമ്മമാരും ഒക്കെ പ്രാർത്ഥിച്ചിരുന്ന ഒരു നൊവേന പ്രാർത്ഥനയാണ്. ആ പാട്ട് നമുക്ക് മറക്കാൻ പറ്റില്ല. നിത്യസഹായ മാതേ എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നിത്യസഹായ മാതാവിൻ്റെ നൊവേന പല പള്ളികളിലും നടത്തപ്പെടുന്നില്ല. എന്തായാലും ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്വർണ്ണലിപികളിൽ കൊത്തി വച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നവനാൾ നടത്തിയാലും നടത്തിയില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ നിത്യസഹായ മാതാവിൻ്റെ ചിത്രവും ആ നൊവേനയും ഏകദേശം എല്ലാവർക്കും ചിലപ്പോൾ കാണാണ്ട് തന്നെ കിട്ടും. എന്തായാലും ഈ നിത്യസഹായ മാതാവിൻ്റെ ഈ ചിത്രവും അതിൻ്റെ ചരിത്രവും നമുക്കിന്ന് ഒന്ന് നോക്കിക്കാണാം. ഈ ചിത്രം എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പല പ്രാവശ്യം ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചരിത്രങ്ങൾ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈശോ സൈപ്രസ് തടിയിലുണ്ടാക്കിയ മേശയുടെ അറ്റത്ത് അമ്മ ഇരുന്ന് അമ്മ മാതാവിനെ നേരിട്ട് കണ്ട് വരച്ച 4 ചിത്രങ്ങളിൽ ഒന്നാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രം. ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം നമുക്ക് ലൂക്കാ സുവിശേഷകനിലൂടെ കിട്ടിയതായതുകൊണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട്. അതായിരിക്കും മാതാവിൻ്റെ ശരിക്കുമുള്ള ഛായ. കാരണം ലൂക്ക നേരിട്ട് മാതാവിനെ കണ്ട് വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ മാതാവിൻ്റെ മുഖം എങ്ങനെയാവും എന്ന് ഓർത്ത് ആരും ഓടി നടക്കണ്ട. പിന്നെ വരുന്ന ചിത്രങ്ങളൊക്കെ ഓരോ രീതികളിൽ ഓരോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഓരോ രീതിയിൽ അതാത് രാജ്യത്തിൻ്റെ രീതിയിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അമ്മയുടെ മുഖം എനിക്ക് തോന്നുന്നു ലൂക്കാ സുവിശേഷകനാണ് നേരിട്ട് കണ്ട് വരച്ചത്. ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം റോമിലെ അൽഫോൺസ ദേവാലയത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ ചരിത്രം നോക്കാം കേട്ടോ. ഈ ചിത്രവും മാതൃഭക്തിയും പൗരസ്ത്യ ദേശമായ ക്രീറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഈ റോമിൽ ഇതിനെക്കുറിച്ചുള്ള ഭക്തിയൊക്കെ വന്നത്. റോമിലെ വിശുദ്ധ മത്തായിയുടെ ദേവാലയത്തിലെ പ്രധാന അൾത്താരയ്ക്ക് മുകളിലായിട്ട് ഈ ചിത്രം പ്രതിഷ്ഠിക്കണമെന്ന് പരിശുദ്ധ അമ്മ ഒരു പിഞ്ചു ബാലികയെയാണ് അറിയിച്ചത്. ഇപ്പോൾ ഇത് മേരി മേജർ, സെൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്കകളുടെ മധ്യത്തിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ മത്തായിയുടെ ഈ ദേവാലയത്തിൻ്റെ മേൽനോട്ടം അഗസ്റ്റിനിയൻ സന്യാസ വൈദികർക്കായിരുന്നു. ആ പള്ളിയിൽ അത് 3 നൂറ്റാണ്ടോളം കാലം വണങ്ങപ്പെട്ടു. 1499 മുതൽ 1798 വരെ. റോമിൽ ഈ ചിത്രം നിത്യസഹായ മാതാവ് എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഈ നിത്യസഹായ മാതാവ് എന്നുള്ള പേര് പരിശുദ്ധ അമ്മ ഒരു പിഞ്ചു ബാലികയ്ക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. പിന്നീട് ഫ്രഞ്ച് പട്ടാളം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ദേവാലയം നാമാവശേഷമാക്കി. അപ്പോൾ ഈ ചിത്രം അഗസ്റ്റിനിയൻ വൈദികരുടെ സാന്താ മരിയ ഇൻ പൊസ്തരുളായിലെ ആശ്രമത്തിലേക്ക് മാറ്റി. അങ്ങനെ 1866 വരെ ഈ ചിത്രം അവിടെ ആരും അറിയപ്പെടാതെ സ്ഥിതി ചെയ്തു.
പിന്നീട് റിഡംതറിസ്റ്റ് വൈദികർ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് പുതിയ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് 1866 പിയൂസ് 9 മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം ഈ ചിത്രം പൂർവ്വസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് വണങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ മാർപ്പാപ്പ ഈ ചിത്രത്തിൻ്റെ സംരക്ഷണ ചുമതല റിഡംതറിസ്റ്റ് വൈദികരെ ഏൽപ്പിച്ചു. 9 പിയൂസ് മാർപ്പാപ്പ ഇത് ഈ റിഡംതറിസ്റ്റ് വൈദികരെ ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞത്, നിത്യസഹായ മാതാവ് ലോകത്തിലെമ്പാടും അറിയപ്പെടുവാൻ നിങ്ങൾ പരിശ്രമിക്കുവിൻ എന്നാണ്. നിത്യസഹായ മാതാവിൻ്റെ ബഹുമാനാർത്ഥം നടത്തപ്പെടുന്ന പ്രധാന ഭക്താനുഷ്ഠാനം നിത്യസഹായ നൊവേന തന്നെയാണ്, നവനാൾ. എന്തുകൊണ്ടാണ് ഈ നൊവേനയ്ക്ക് ഇങ്ങനെ നവനാൾ എന്ന പേര് ലഭിച്ചതെന്നറിയുമോ? ഓരോ ആഴ്ചയിലും ഒരു ദിവസം നവനാൾ പ്രാർത്ഥന നടത്തും. ഈ നവനാളിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതൊരാഴ്ചയിലും യഥേഷ്ടം അത് ആരംഭിക്കാം. അതുകൊണ്ടാണ് ഇതിന് നവനാൾ എന്ന് പറയുന്നത്, നവനാൾ. ഇത് ഏറെ ജനപ്രീതി നേടിയ ഒരു പ്രാർത്ഥനയാണ് ഈ നിത്യനവനാൾ ജപം. 1939 ദിവ്യരക്ഷക സഭ ഭാരതത്തിൽ സ്ഥാപിതമായി. അതിൻ്റെ മാതൃഭവനം ബാംഗ്ലൂരിലെ വിശുദ്ധ അൽഫോൻസ് മൗണ്ടായിരുന്നു. കേരളത്തിലെ ഈ നിത്യസഹായ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയം പണിയപ്പെട്ടത് എറണാകുളം അതിരൂപതയിൽ. ഭാരതത്തിൽ നിത്യസഹായ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയം 1924 എറണാകുളം അതിരൂപതയിൽപ്പെട്ട ചാത്തമ്മയിലാണ് പണിയപ്പെട്ടത്. അതുപോലെ ഭാരതത്തിൽ ആദ്യമായിട്ട് നിത്യനവനാൾ ശുശ്രൂഷ ആദ്യമായി ആരംഭിച്ചത് 1948 മുംബൈയിലെ മാഹിമിലെ വിശുദ്ധ മൈക്കിളിൻ്റെ ദേവാലയത്തിലാണ്. അത് എല്ലാ ബുധനാഴ്ചകളിലും 8 തവണ വീതം ചൊല്ലിയിരുന്നു. കേരളത്തിലെ നിത്യ നവനാൾ ആരംഭിച്ചത് ദിവ്യരക്ഷക സഭ വൈദികരാണ്. 1956 ഫെബ്രുവരിയിൽ ദിവ്യരക്ഷക സഭാ വൈദികരാണ് കേരളത്തിൽ ഈ നിത്യനവനാൾ ആരംഭിച്ചത്. അത് ഏത് ദേവാലയത്തിൽ വെച്ചാണ് ആരംഭിച്ചത്? അത് വരാപ്പുഴ അതിരൂപത ഫ്രാൻസിസ് അസീസിയുടെ കത്തീഡ്രലിൽ വെച്ചാണ് ഇത് ആരംഭിച്ചത്. ശനിയാഴ്ചകളിൽ 7 നൊവേനകൾ വീതം ചൊല്ലും. കേരളത്തിൽ ആഴ്ചയിലൊരിക്കൽ നിത്യനവനാൾ ജപം നടത്തുന്ന 400-ലധികം പള്ളികളുണ്ട്. ഇന്ന് നിത്യസഹായ മാതാവിൻ്റെ നാമത്തിൽ കേരളത്തിൽ 45ഓളം പള്ളികളുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടുണ്ടോ എന്നറിയില്ല. 9 പിയൂസ് മാർപ്പാപ്പ സ്ഥാപിച്ച ഈ നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ജൂൺ 27 നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ, പ്രിയ കൂട്ടുകാരെ, നമുക്ക് നമ്മെ നിത്യവും സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ള നിത്യസഹായ മാതാവിനെ ഓർക്കാം, മാധ്യസ്ഥം ചോദിക്കാം. നിത്യസഹായ മാതാവിൻ്റെ നവനാൾ പള്ളികളിൽ നടത്തുന്നില്ലെങ്കിൽ വീടുകളിലിരുന്ന് നമുക്ക് നടത്താമല്ലോ. ഒരുവിധം പള്ളികളിലൊക്കെ നിത്യസഹായ മാതാവിൻ്റെ നവനാൾ നടത്തുന്നതാണ്. ചില പള്ളികൾ മാത്രം ഇപ്പോൾ അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ടുള്ള നിത്യസഹായ മാതാവിൻ്റെ ആ ചിത്രത്തെ നോക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ നേരിട്ട് പരിശുദ്ധ അമ്മയെ കണ്ട് വരച്ചിട്ടുള്ള ചിത്രമാണ്. അതുകൊണ്ടാണ് അതിന് ഇത്ര പ്രാധാന്യം. ലൂക്കാ സുവിശേഷകൻ വരച്ചതാണ് എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. നമ്മൾ നേരത്തെ ഈ വീഡിയോകൾ കണ്ടല്ലോ, ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചരിത്രം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 ചിത്രങ്ങൾ ലൂക്കാ സുവിശേഷകൻ വരച്ചിട്ടുണ്ടെന്ന്. അതിലൊരു ചിത്രമാണ് നിത്യസഹായ മാതാവ്, മറ്റൊരു ചിത്രമാണ് ഷെസ്റ്റോക്കോവ മാതാവ്.
പിന്നത്തെ ഒരു ചിത്രമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു ഓഡിയോയിൽ ഹൊഡെഗ്രേറ്റിയ എന്ന് പറയുന്ന യഥാർത്ഥ വഴിയിലേക്ക് വഴി നയിക്കുന്നവൾ. അതാണ് റഷ്യയിലെ വെർജിൻ മേരി ഇൻ റഷ്യ. അതാണ് മൂന്നാമത്തെ ഒരു ചിത്രമുള്ളത്. പിന്നെ റോമൻ ജനതയുടെ സംരക്ഷക, പ്രൊട്ടക്ട്രസ് ഓഫ് റോമൻ പീപ്പിൾ. അങ്ങനെ 4 ചിത്രങ്ങളാണ് പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ കൈകളിലേന്തിയ 4 ചിത്രങ്ങളാണ് ലൂക്കാ സുവിശേഷകൻ വരച്ചത്. ഇത്രയും വിവരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത് പഴയ പുസ്തകങ്ങളിൽ നിന്നാണ് കേട്ടോ. അന്നത്തെ കണക്കനുസരിച്ചിട്ടുള്ള പള്ളികളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിൽ കൂടുതൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പുതിയ അറിവായിരിക്കും. അല്ലാതെ ഇപ്പോൾ ആൽസേച്ചി ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയേ ഉള്ളൂ, പള്ളികളേ ഉള്ളൂ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, കുറേ പള്ളികളും കുറേ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ടാകാം. എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചു എന്നേ ഉള്ളൂ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നിത്യസഹായ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ പ്രസിദ്ധമായൊരു പാട്ടാണ് നിത്യസഹായ മാതേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ. ആ പാട്ട് നമുക്ക് പാടി മാതാവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ ഈശോയുടെ രൂപവും ധ്യാനിച്ച് അമ്മയോട് നമുക്ക് നിത്യസഹായം അപേക്ഷിക്കാം. നിത്യസഹായ മാതാവിൻ്റെ വലിയ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. തൃശ്ശൂർ മറ്റം പള്ളിയിൽ നിത്യസഹായ മാതാവിൻ്റെ ദേവാലയത്തിൽ ഒരിക്കൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അത്ഭുതകരമായ അവിടുത്തെ ഇടപെടലുകൾ. അതുപോലെ പല സ്ഥലങ്ങളിലും നിത്യസഹായ മാതാവിൻ്റെ പ്രത്യേക വണക്കമുള്ള പള്ളികളുണ്ട്. നമുക്ക് നമ്മെ തന്നെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അമ്മ നമ്മെ ഈശോയിലേക്ക് മാത്രമാണ് അടുപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.